कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ രണ്ടാമത്തെ സർഗം കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ബാലകാണ്ഡം മൂന്നാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് ശിവൻ്റെ വാക്കുകളാണ്. ആദ്യം ശ്രീ മഹാദേവ ഉവാച അഥ രാജാ ദശരഥ ശ്രീമാൻ സത്യപരായണ അയോധ്യാധിപതിർവീര സർവലോകേഷു വിശ്രുത സോനപത്യത്വദുഃഖേന പീഡിതോ ഗുരുമേകദാ വസിഷ്ഠം സ്വകുലാചാര്യമഭിവാദ്യേതമബ്രവീത്. അഥ അതിനുശേഷം ശ്രീമാൻ വളരെ ശ്രീയുള്ളവനും സത്യപരായണ നല്ല സത്യത്തിൽ വിശ്വസിക്കുന്നവനും അത് സത്യം മാത്രം പറയുന്നവനും വീരഹ ശൂരനും സർവലോകേഷു വിശ്രുത വളരെ കീർത്തി ലോകം മുഴുവൻ പ്രസിദ്ധമായവനും അയോധ്യാധിപതി അയോധ്യയിലെ രാജാവുമായ സരാജ ദശരഥ ആ ദശരഥൻ. ഇപ്പം നമ്മൾ എന്താണ് ദശരഥൻ എന്നുള്ള അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ രാജാവായിട്ടുള്ള ദശരഥൻ 10 രഥങ്ങളെ 10 ദിക്കിലേക്ക് ഒരേ സമയത്ത് നോക്കി യുദ്ധം സഞ്ചരിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ആളെന്നൊക്കെ പറഞ്ഞില്ലേ. ആ ദശരഥ മഹാരാജാവ് അനപത്യത്വ ദുഃഖേന പീഡിത. അനപത്യം എന്താ? സന്താനമില്ലായ്മ, കുട്ടികളില്ലാത്ത ദുഃഖം കൊണ്ട് ദുഃഖിതനായിട്ട് ഏകദ ഒരു നാൾ സ്വകുലാചാര്യ സ്വന്തം കുലത്തിൻ്റെ ആചാര്യനായ വസിഷ്ഠനോട് വസിഷ്ഠൻ എന്ന പേരായ ഗുരുവിനെ അഭിവാദ്യ മീൻസ് അഭിവാദനം ചെയ്തിട്ട് മീൻസ് വന്ദിച്ചിട്ട് ഇതം അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. ഇപ്പോൾ ശിവൻ പറയണ പാർവതിയോട് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് എന്താണ് വളരെ എല്ലാ ലോകങ്ങളിലും പ്രസിദ്ധനാണ്, വീരനാണ്. അദ്ദേഹം വളരെ സത്യവാനാണ്, ശ്രീമാനാണ്. അദ്ദേഹം ഈ ബാക്കിയെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് സുഖമാണ്. പക്ഷേ സന്തതിയില്ല, കുട്ടികളില്ല എന്നുള്ള ആ അനപത്യ ദുഃഖം കൊണ്ട് വളരെയധികം പീഡിതനായിട്ട് സ്വന്തം കുലാചാര്യനായ അല്ലെങ്കിൽ കുലഗുരുവായ വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ശിവൻ ശ്രീപാർവതിയോട് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനി നമുക്ക് എന്താണ് പറഞ്ഞത് എന്നൊക്കെ പറയും ശിവൻ. ശ്രീ മഹാദേവ ഉവാച അഥ രാജാ ദശരഥ ശ്രീമാൻ സത്യപരായണ അയോധ്യാധിപതിർവീര സർവലോകേഷു വിശ്രുത സോനപത്യത്വദുഃഖേന പീഡിതോ ഗുരുമേകദാ വസിഷ്ഠം സ്വകുലാചാര്യമഭിവാദ്യേതമബ്രവീത്. എന്താ പറഞ്ഞത്? സ്വാമിൻ പുത്രാ കഥം മേ സ്യു സർവലക്ഷണലക്ഷിതാ പുത്രഹീനസ്യ മേ രാജ്യം സർവം ദുഃഖായ കൽപ്പതേ. സ്വാമിൻ ഹേ ഗുരുവിനെ വിളിച്ച് വസിഷ്ഠ ഗുരോ സർവലക്ഷണലക്ഷിതാ നല്ല ലക്ഷണം ഒത്ത പുത്രന്മാർ മേ കഥം സ്യു എനിക്ക് എങ്ങനെയായാലാ ഉണ്ടാവുക? നല്ല ലക്ഷണം തികഞ്ഞ പുത്രന്മാരെനിക്ക് എങ്ങനെയായാലും ഉണ്ടാവുക? പുത്രഹീനസ്യ അമ്മേ പുത്രൻ ഇല്ലാത്ത എനിക്ക് സർവം രാജ്യം ഈ രാജ്യവും ഒന്നും സുഖത്തിനുള്ളൊരു കാരണമാവില്ല, എല്ലാം എനിക്ക് ദുഃഖത്തിൻ്റെ കാരണമാവുകയാണ് ഈ പുത്രദുഃഖം കാരണം. അതാണ് സർവ്വരാജ്യവും ദുഃഖായ കൽപ്പതി ദുഃഖത്തിനായി കൊണ്ട് കൽപ്പിക്കുന്നു. മീൻസ് ഈ കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം കൊണ്ട് വേറൊരു സുഖവും അനുഭവിക്കാൻ സാധിക്കണില്ല ദശരഥനെ. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ആ കുട്ടികളുണ്ടാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പുത്ര
ഇല്ലാത്ത ആ ദുഃഖം കാരണം ഞാൻ ഇത്ര വലിയൊരു രാജ്യത്തിൻ്റെ അധിപതിയായിട്ടും എനിക്ക് അതൊന്നും ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അതും കൂടി ദുഃഖമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ വലിയ ദുഃഖം കാരണം എൻ്റെ ബാക്കി സുഖങ്ങളൊന്നും സുഖദായകങ്ങളല്ല. ആക്ച്വലി ഈവൻ സുഖദായകങ്ങളാവണ്ടവ പോലും എനിക്ക് ദുഃഖദായകങ്ങളായിട്ട് ഭവിക്കണമല്ലോ എന്ന് പറയുകയാണ്. അതായത് മനുഷ്യലോക പുത്രേണൈവ ജയ്യോ നാന്യേന കർമ്മണ. മനുഷ്യലോകം പുത്രനെ കൊണ്ട് തന്നെ സാധ്യം എന്ന് പറയുന്നുണ്ട്. അതായത് പുത്രൻ വേണ്ടിടത്ത് പുത്രൻ ഇല്ലാഞ്ഞാൽ ജന്മം നിഷ്ഫലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്താ ഇപ്പോൾ അത്ര ദുഃഖമുണ്ട്. ചിലർക്ക് ദുഃഖം ഉണ്ടാവില്ല. ദശരഥന് ഭയങ്കര ദുഃഖമുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ദുഃഖം കൊണ്ട് സുഖദായകങ്ങളായിട്ടുള്ള എൻ്റെ രാജ്യവും ബാക്കി ഐശ്വര്യങ്ങളൊന്നും എനിക്ക് സുഖത്തിന് നൽകുന്നതിന് പകരം ദുഃഖദായകങ്ങളായി തീരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ദശരഥൻ വസിഷ്ഠനോട് പറഞ്ഞത്. സ്വാമിൻ പുത്രാഹ കഥം മേ സർവലക്ഷണലക്ഷിത പുത്രഹീനസ്യ മേ രാജ്യം സർവം ദുഃഖായ കൽപ്പതേ. 4 തതോബ്രവീത് വസിഷ്ഠസ്തം ഭവിഷ്യന്തി സുതാസ്തവ ചത്വാര സത്വസമ്പന്ന ലോകപാല ഇവാപര. തഥ അപ്പോൾ അതിനുശേഷം വസിഷ്ഠൻ തം അബ്രവീത് അദ്ദേഹത്തിനോട് പറഞ്ഞു, തവ അങ്ങയ്ക്ക് അപരാലോകപാലാഹ ഇവ ബാക്കിയുള്ള ലോകപാലകന്മാരെ പോലെ സത്വസമ്പന്നാഹ വളരെ സത്വഗുണപ്രധാനികളായ ചത്വാരപുത്രാഹ 4 പുത്രന്മാർ ഭവിഷ്യന്തി ഉണ്ടാകും. എനിക്ക് ലക്ഷണമൊത്ത എങ്ങനെയല്ല ഉണ്ടാവുക ചോദിച്ചുല്ലോ ദശരഥൻ. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, എന്താ പറഞ്ഞ വസിഷ്ഠൻ? ലോകപാലകന്മാരെ പോലെ സത്വഗുണസമ്പന്നരായിട്ടുള്ള 4 കുട്ടികൾ, 4 പുത്രന്മാർ അങ്ങയ്ക്കുണ്ടാവും എന്ന് പറഞ്ഞു. തതോബ്രവീത് വസിഷ്ഠസ്തം ഭവിഷ്യന്തി സുതാസ്തവ ചത്വാര സത്വസമ്പന്ന ലോകപാല ഇവാപരാ. ഇനിയോ 5 ശാന്ത ഭർത്താരമാനീയ ഹൃഷ്യശൃംഗം തപോധനം അസ്മാഭി സഹിത പുത്രകാമേഷ്ടിം ശിഖമാചര. അപ്പോൾ ശാന്താഭർത്താരം, ശാന്തയുടെ ഭർത്താവും തപോധനം ഹൃഷ്യശൃംഗം, തപോധനനുമായ ഹൃഷ്യശൃംഗനെ ആനീയ വരുത്തിയിട്ട് അസ്മാഭി സഹിത ഞങ്ങളും ഹൃഷ്യശൃംഗനും കൂടി പുത്രകാമേഷ്ടിയെ ശീഘ്രം ആചര വേഗം നടത്തണം. എന്താ പറയുക വെച്ചാൽ ശാന്ത, അതായത് ഈ ദശരഥന് പുത്രന്മാരെ ഇല്ലായുള്ളൂ. ശാന്ത എന്നൊരു പറഞ്ഞൊരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയെ അംഗരാജാവായിട്ടുള്ള ലോമപാദന് ദത്ത് കൊടുത്തു. അതായത് ഈ ദശരഥൻ്റെ ഈ ശാന്ത പറഞ്ഞ മകളെ അംഗരാജാവായിട്ടുള്ള ലോമപാദൻ ദത്തെടുത്തു ദശരഥൻ്റെ എന്ന്. ദശരഥൻ്റെ ഒരു പുത്രിയാണത്. ഏതോ ഒരു ഭാര്യയിലത്തെ, കൗസല്യത്തിൽ നിന്നാണ് തോന്നുന്നത്, ആണെന്ന് പറഞ്ഞിട്ടില്ല എവിടെയും. ഏതോ ഒരു ഭാര്യയിലത്തെ ഒരു പുത്രിയാണ് ഈ ശാന്ത എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടികളുണ്ടായിരിക്കണം, ആൺകുട്ടികളില്ല. നമ്മൾ സന്തതി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണല്ലോ പണ്ടത്തെ കാലത്തൊക്കെ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ ലോമപാദൻ എന്ന് പറഞ്ഞ അംഗരാജാവ് ദത്തെടുത്തിട്ട് എന്താണ് ശാന്തയെ ഹൃഷ്യശൃംഗ മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. അതാണ് അവിടെ ശാന്തയുടെ ഭർത്താവായിട്ടുള്ള ഹൃഷ്യശൃംഗൻ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ശാന്ത എന്ന് പറഞ്ഞ ദശരഥൻ്റെ മകൾ തന്നെ, പക്ഷേ ലോമപാദൻ അംഗരാജാവ് എടുത്തു വളർത്തിയ ശാന്തയുടെ ഭർത്താവും വലിയ തപസ്വിയും ആയിട്ടുള്ള ഹൃഷ്യശൃംഗനെ വരുത്തണം അയോധ്യയിലേക്ക്. എന്നിട്ട്
ഞങ്ങളും വസിഷ്ഠൻ പറയുകയാണേ, ഞങ്ങളും ഹൃഷ്യശൃംഖനും കൂടി ചേർന്ന് പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞൊരു യാഗം നടത്താം. വസിഷ്ഠനോട് പറയുകയാണ്, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും, അതിനെന്താ വേണ്ടതെന്ന് പറയുകയാണ്. അങ്ങയുടെ തന്നെ മകളായിട്ട് അംഗരാജാവ് ദത്തെടുത്ത ആ ശാന്തയില്ല, ആ ശാന്തയുടെ പതിയായിട്ടുള്ള പിന്നെ മുനി ഹൃഷ്യശൃംഖ മുനിയെ ഇവിടേക്ക് വരുത്തൂ, എന്നിട്ട് ഞങ്ങളും അദ്ദേഹവും കൂടി പുത്രകാമേഷ്ടി ചെയ്യാം എന്ന് പറഞ്ഞു. ശാന്താഭർത്താരമാനീയ ഹൃഷ്യശൃംഗം തപോധനം അസ്മാഭിസഹിത പുത്രകാമേഷ്ടിം ശീഘ്രമാചരാ. ഇനി 6. തഥേതി മുനിമാനീയ മന്ത്രിഭിസ്സഹിത ശുചി യജ്ഞകർമ്മസമാരേഭേ മുനിഭിർ വീതകൽമഷൈ. തഥാ ഇതി അപ്രകാരം എന്ന് ശരി എന്ന് പറഞ്ഞു എന്നർത്ഥം. തഥാ ഇതി മീൻസ് ഓക്കെ, ശരി എന്ന് പറഞ്ഞ് മുനിയെ ഹൃഷ്യശൃംഖനെ ആനീയ, അതായത് ഹൃഷ്യശൃംഖ മഹർഷിയെ വരുത്തിയിട്ട്, ആനീയ പറഞ്ഞാൽ വരുത്തിയിട്ട്, ശുചിഹി നല്ല അതായത് വേണ്ട പോലെ കുളിച്ച് ശുദ്ധായി, മന്ത്രിമാരോടും വീതകൽമഷൈഹി അതായത് യാതൊരു കളങ്കവുമില്ലാത്തവരായ മുനിഭി സഹിത മുനികളോടും കൂടിയവനായിട്ട് യജ്ഞകർമ്മ അതായത് പുത്രകാമേഷ്ടി എന്ന കർമ്മത്തെ എന്ന യജ്ഞത്തെ സമാരംഭിച്ചു. ശരി, എന്നാൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. ശാന്തയുടെ ഭർത്താവായിട്ടുള്ള ഹൃഷ്യശൃംഖ മഹർഷിയെ വരുത്തി, എന്നിട്ട് ദശരഥ മഹാരാജാവ് കുളിച്ച് ശുദ്ധി വരുത്തി മന്ത്രിമാരോടും വളരെ പരിശുദ്ധ മനസ്സോടുകൂടിയ മഹർഷിമാരോടും വസിഷ്ഠനടക്കം എല്ലാവരോടും കൂടി ഈ പുത്രകാമേഷ്ടി ആരംഭിച്ചു. സമാരേഭേ പറഞ്ഞില്ലേ, ആരംഭിച്ചു. തഥേതി മുനിമാനീയ മന്ത്രിഭിസ്സഹിത ശുചി യജ്ഞകർമ്മ സമാരേഭേ മുനിഭിർ വീതകൽമഷൈ. ഇനി 7. ശ്രദ്ധയാ ഹൂയമാനേഗ്നൗ തപ്തജാംബൂനദപ്രഭ പായസം സ്വർണപാത്രസ്ഥം ഗൃഹീത്വോവാച ഹവ്യവാഡ്. ശ്രദ്ധയ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഹൂയമാനെ അഗ്നൗ അതായത് അഗ്നിയിൽ ഹോമിക്കപ്പെട്ട തപ്ത ജാംബൂനദപ്രഭ ഒട്ടും ചളിയില്ലാത്ത സ്വർണം പോലെ, തപ്ത ജാംബൂനദപ്രഭ അതായത് ഉരുക്കിയ സ്വർണം പോലത്തെ പ്രഭയോടുകൂടിയ ഹവ്യവാട് അഗ്നിപുരുഷൻ അതായത് അഗ്നിദേവൻ സ്വർണപാത്രസ്ഥം ഒരു സ്വർണപാത്രത്തിലിരിക്കുന്ന പായസത്തെ ഗ്രഹിച്ചിട്ട് ഉവാച പറഞ്ഞു. അതായത് ഈ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പുത്രകാമേഷ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അഗ്നിയിലേക്ക് അഗ്നിയിലേക്ക് ഹോമിച്ചു, നെയ്യോ എന്താ വെച്ചാൽ അത് അഗ്നിദേവന് ഹവിസർപ്പിച്ചു. അപ്പോൾ ഒരു പാത്രത്തിലെ പായസവും കൊണ്ട് അഗ്നിദേവൻ കയ്യിൽ പിടിച്ചിട്ട്, അതായത് ഒരു സ്വർണ്ണപാത്രത്തിലെ പായസവും കയ്യിലേന്തി അഗ്നിദേവൻ അഗ്നിദേവൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അതായത് പുത്രകാമേഷ്ടി തുടങ്ങി വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഹവിസ് അർപ്പിച്ചു. ഈ ഹോമാഗ്നിയിലെ അഗ്നിദേവനാണ് അർപ്പിക്കുക, പിന്നെ അഗ്നിദേവനിൽ കൂടിയാണ് നമ്മൾ മഹാവിഷ്ണുവിനെ എത്തിക്കുക. അപ്പോൾ അഗ്നിദേവൻ അർപ്പിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ തന്നെ ഒരു സ്വർണ്ണപാത്രത്തിൽ പായസവും കയ്യിലേന്തിയിട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു എന്നാണ് അഗ്നിദേവൻ. ശ്രദ്ധയാ ഹൂയമാനേഗ്നൗ തപ്ത ജാംബൂനദപ്രഭ അതായത് ഉരുക്കിയ സ്വർണത്തിൻ്റെ അത്ര പ്രഭയോട് കൂടിയിട്ടാണ് അഗ്നിദേവൻ വന്നത്. പായസം സ്വർണപാത്രസ്ഥം സ്വർണപാത്രത്തിലുള്ള പായസം ഏന്തിയിട്ടേ ഗൃഹീത്വോ വാച ഹവ്യവാട് പറഞ്ഞു. എന്താ പറഞ്ഞ 8 ഗൃഹാണ പായസം ദിവ്യം അല്ല അതും കൂടിയും പറഞ്ഞിട്ടോ. പ്രാജാപത്യം നരം വിധി മഹിമാഭ്യാഗതം നൃപ അതായത് പ്രജാപതി അയച്ചിരിക്കുന്ന മനുഷ്യനാണ്
ഞാൻ എന്ന് പറയുകയാണ്. അതായത് എന്നെ പ്രജാപതിയാണ് അഗ്നിദേവനെ അയച്ചതെന്ന്. എന്നിട്ടോ എന്താണ് പറയണത്? 8ാമത്തെ ഗൃഹാണ പായസം ദിവ്യം പുത്രീയം ദേവനിർമ്മിതം ലപ്സ്യസേ പരമാത്മാനം പുത്രത്വേന ന സംശയ. പുത്രീയം അതായത് പുത്രനെ നൽകുന്നതും ദേവനിർമ്മിതം ദേവന്മാരാൽ പാകം ചെയ്തതുമായ പായസം വിധി. ഈ പായസം ഞാൻ ഈ കൊണ്ടുവന്ന സ്വർണ്ണപാത്രത്തിൽ കൊടുന്ന പായസമല്ലോ ദേവന്മാർ വെച്ചതാണത്, ദേവന്മാരുണ്ടാക്കിയ പായസമാണ്. ഇത് പുത്രനെ നൽകാൻ കഴിവുള്ള പായസമാണ്, ദേവന്മാരാൽ ഉണ്ടാക്കിയ പായസമാണ്. പരമാത്മാവിനെ പുത്രത്വേന അതായത് ഭഗവാനെ തന്നെ പുത്രനായിട്ട് ലപ്സ്യസേ അങ്ങക്ക് ലഭിക്കും, എന്ന സംശയമില്ല. അതാണ് അഗ്നിദേവൻ പറഞ്ഞത്. പ്രജാപതികൾ എന്നെ അയച്ചതാണ്. ഈ സ്വർണ്ണപാത്രത്തിലുള്ള പായസം സാധാരണ പായസമല്ല, പുത്രനെ നൽകാൻ കഴിവുള്ളതാണ്, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇത് ഭഗവാനെപ്പോൾ തന്നെ ഒരു പുത്രനെ അങ്ങക്ക് നൽകും. ഈ പായസം കഴിച്ചാൽ ഭഗവാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് ജനിക്കും എന്നതിൽ സംശയമില്ല എന്ന്. ഗൃഹാണ പായസം ദിവ്യം പുത്രീയം ദേവനിർമ്മിതം ലപ്സ്യസേ പരമാത്മാനം പുത്രത്വേന ന സംശയഃ. ഇത്യുക്ത്വാ പായസം ദത്വാ 9ാമത്തെ രാജ്ഞേ സോന്ദർദധേനല വവന്ദേ മുനിശാർദൂലൗ രാജാ ലബ്ധമനോരഥ. ഇതും പറഞ്ഞിട്ട് ഇതും പറഞ്ഞ് രാജ്ഞിയെ പായസം ദത്വ രാജാവിന് ആ സ്വർണ്ണപാത്രത്തിൽ പായസം നൽകിയിട്ട് സഹ അനല ആ അഗ്നിദേവൻ അന്തർദധേ മീൻസ് അപ്രത്യക്ഷമായി. ലബ്ധമനോരഥ രാജ മനോരഥം സാധിച്ചു, അതായത് ആഗ്രഹം സാധിച്ച രാജാവ് മുനിശാർദൂലൗ മുനിമുഖ്യന്മാരെ വസിഷ്ഠനെയും ഋഷിശൃംഗനെയും ആണപ്പോൾ ഇതിൽ പറയണ കാര്യമായിട്ട് വസിഷ്ഠനെയും ഋഷിശൃംഗനെയും വന്ദിച്ചു. ഈ അഗ്നിദേവൻ ഇത് ദേവന്മാരുണ്ടാക്കിയ പായസമാണ്, ഇത് അങ്ങയ്ക്ക് ഭഗവാനെ പോലെ തന്നെ ഒരു പുത്രനെ അങ്ങയ്ക്ക് അല്ലെങ്കിൽ ഭഗവാനെ തന്നെ പുത്രനായി അങ്ങയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ ഈ സ്വർണ്ണ പായസ പാത്രം കൊടുത്തിട്ട് അഗ്നിദേവൻ അപ്രത്യക്ഷമായി. അപ്പോൾ തൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ ദശരഥ മഹാരാജാവ് ഋഷ്യശൃംഗമുനിയെയും വസിഷ്ഠമുനിയെയും വന്ദിച്ചു. അത്ര സന്തോഷമായി. ഇത്യുക്ത്വാ പായസം ദത്വാ രാജ്ഞേ സോന്ദർദധേനല വവന്ദേ മുനിശാർദൂലൗ രാജാലബ്ധമനോരഥ. 10 വസിഷ്ഠ ഋഷ്യശൃംഗാഭ്യാമനുജ്ഞാതോ ദദൗ ഹവി കൗസല്യായൈ സ കൈകേയൈ അർദ്ധമർത്ഥം പ്രയത്നത. വസിഷ്ഠ ഋഷ്യശൃംഗാഭ്യാം വസിഷ്ഠനാലും ഋഷ്യശൃംഗനാലും അനുജ്ഞാത മീൻസ് നിർദ്ദേശിക്കപ്പെട്ട രാജാവ്, അതായത് രാജാവിനോട് പറഞ്ഞു. ഋഷ്യശൃംഗനും വസിഷ്ഠനും എന്താ പറഞ്ഞത്? പ്രയത്നത ഹവി, ഈ ഹവിസിനെ അതായത് ഈ അഗ്നിദേവൻ കൊടുത്ത പായസത്തിനെ സ കൈകേയി സഹിതയായ കൗസല്യയ്ക്കായിക്കൊണ്ട് അർദ്ധം പകുതി ദദൗ ദാനം ചെയ്തു. അതായത് പായസം ഇപ്പോൾ കയ്യിലിരിക്കുകയാണല്ലോ രാജാവിൻ്റെ. അപ്പോൾ ഋഷ്യശൃംഗനെ വസിഷ്ഠനെ വന്ദിച്ചു പറഞ്ഞില്ലേ, അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഈ പായസത്തിനെ 2 പകുത്തിട്ട് ഒരു പകുതി കൗസല്യയ്ക്കും അർദ്ധം എന്ന് പറഞ്ഞു, ഒരു പകുതി കൗസല്യയ്ക്കും ഒരു പകുതി കൈകേയിക്കും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വസിഷ്ഠ ഋഷ്യശൃംഗാഭ്യാം അനുജ്ഞാതോ ദദൗ ഹവി കൗസല്യായൈ സ കൈകേയൈ അർദ്ധമർത്ഥം പ്രയത്നത. ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ട് കിട്ടിയിട്ടുള്ള ആ പായസം പകുതി കൗസല്യയ്ക്കും പകുതി കൈകേയിക്കും കൊടുക്കാൻ പറഞ്ഞു എന്നർത്ഥം. വിഭജിച്ചു കൊടുത്തു, ദാനം ചെയ്തു എന്ന് പറയണ്ട, ദദൗ പൊതിച്ചു കൊടുക്കൂ. അതായത് ഇവരുടെ നിർദ്ദേശപ്രകാരം ഭാര്യയ്ക്ക് 2 പകുതി കൊടുത്തു. ഇനിയോ
തത സുമിത്രാ സംപ്രാപ്ത ജഗൃധ്നു പൗത്രികം ചരും കൗസല്യാതു സ്വഭാഗാർത്ഥം ദദൗ തസ്യൈ മുദാന്വിത. തത അതിനുശേഷം പൗത്രികം ചരും, ആ ചരുവിനെ ജഗൃധ്നു ഏറ്റവും ആഗ്രഹിക്കുന്ന സുമിത്ര സംപ്രാപ്ത, സുമിത്ര വന്നു. അയ്യോ, അപ്പോൾ സുമിത്രയ്ക്ക് ആഗ്രഹമുണ്ട്. സുമിത്ര അപ്പോഴേക്കും വന്നപ്പോൾ കൗസല്യാതു, കൗസല്യാകട്ടെ മുദ അന്വിത, ഒരു വിഷമവും ഇല്ലാതെ സന്തോഷത്തോടു കൂടിയിട്ട് തസ്യൈ അവൾക്കായി എന്താ ചെയ്തത്? അവൾക്ക് സ്വഭാഗാർത്ഥം തനിക്ക് കിട്ടിയ ഭാഗത്തിൻ്റെ പകുതി ദദൗ ദാനം ചെയ്തു. അപ്പോൾ കൗസല്യയ്ക്ക് പകുതി കൊടുത്തു, കൈകേയിക്കും പകുതി കൊടുത്തു. അപ്പോൾ സുമിത്രയ്ക്കും കൊടുത്തില്ല. അപ്പോൾ സുമിത്രയും അതുപോലെ അത് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് അവിടെ വന്നപ്പോൾ കൗസല്യ സന്തോഷവതിയായിട്ട് ഒരു വിഷമവും ഇല്ലാതെ കൗസല്യ തനിക്ക് കിട്ടിയ പകുതിയുടെ പകുതി ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. തഥാ സുമിത്ര സംപ്രാപ്ത, അവിടെ എത്തി മോഹിച്ചിട്ടേ ജഗൃധ്നു പൗത്രികം ചരും, അവനോനും വേണമെന്നുള്ള വിചാരിച്ചിട്ടേ വന്നു. കൗസല്യാതു സ്വഭാഗാർത്ഥം, അവനോന് കിട്ടിയതിൻ്റെ പകുതി, സ്വന്തം ഭാഗത്തിൻ്റെ അർത്ഥം പകുതി ദദൗ തസ്യൈ മുദാന്വിത എന്ന് പറയുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്തോഷത്തോടു കൂടി കൊടുത്തു, ഒറ്റ വൈമനസ്യമില്ലാതെ, ഒരു സ്വാർത്ഥം ഉണ്ടായില്ല, കൊടുത്തു. പിന്നെയോ 12 കൈകേയി ച സ്വഭാഗാർത്ഥം ദദൗ പ്രീതി സമന്വിത ഉപഭൂജ്യ ചരും സർവാഹ സ്ത്രീയോ ഗർഭസമന്വിത. കൈകേയി അതെ ഒരു വിഷമമില്ല, വളരെ പ്രീതയായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കൈകേയിയും അവനോ എൻ്റെ പകുതി ഇന്ന് സുമിത്രയ്ക്ക് കൊടുത്തു. അതായത് കൗസല്യയുടെ പകുതിയും കിട്ടി, കൈകേയിയുടെ പകുതിയും കിട്ടി. ആക്ച്വലി ഇപ്പോൾ കൗസല്യയ്ക്കും കാൽഭാഗമേ ഉള്ളൂ, കൈകേയിക്കും കാൽഭാഗമേ ഉള്ളൂ. സുമിത്രയ്ക്ക് കാലും അരേ ഇപ്പോൾ അല്ലേ. അപ്പോൾ സുമിത്രയ്ക്ക് ഏറ്റവും കിട്ടിയത്. അപ്പോൾ അതും കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ. കൈകേയി ച സ്വഭാഗാർത്ഥം ദദൗ പ്രീതി സമന്വിത ഉപഭൂജ്യ ചരും സർവാഹ സ്ത്രീയോ ഗർഭസമന്വിത. എന്നിട്ടോ കൊടുത്തു എന്ന് മാത്രമല്ല, താമസമില്ലാതെ 3 ഭാര്യമാരും പായസത്തിൻ്റെ ആ മഹിമ കാരണം അതും ചരും ഉപഭുജ്യ, ആ ചരുവിനെ സേവിച്ചിട്ട്, മീൻസ് ആ പായസത്തിനെ സേവിച്ചിട്ട് സർവാം സ്ത്രീയ 3 സ്ത്രീകളും ഗർഭസമന്വിത, ഗർഭിണികളായി ഭവിച്ചു. അതാണ് അത്ഭുതം. അത് കൈകേയിയും കൊടുത്തു പകുതി. താമസമില്ലാതെ അത് 3 ആളും കഴിച്ചു. പ്രസാദമായിട്ട് ആ പായസം കഴിച്ചപ്പോൾ 3 പത്നിമാരും ഗർഭം ധരിച്ചു. അതാണ് ഗർഭസമന്വിത പറഞ്ഞില്ലേ. ഇനി 13 ദേവത ഇവ രേജുസ്താഹ സ്വഭാസ രാജമന്ദിരേ ദശമേ മാസി കൗസല്യ സുഷുവേ പുത്രമദ്ഭുതം. അപ്പോൾ നമുക്കിവിടെ നിർത്താച്ചോ. ഞാൻ 12 കഴിഞ്ഞാൽ നിർത്താം, എന്നിട്ട് അടുത്തേലാവാം ശ്രീരാമൻ്റെ അവതാരം അവതരിക്കണതേ. അപ്പോൾ നമുക്ക് ഈ കൈകേയും പിന്നെ കൗസല്യയും സുമിത്രയ്ക്ക് യാതൊരു മടിയില്ലാതെ എന്ന് മാത്രമല്ല വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവനു കിട്ടിയ പായസത്തിൻ്റെ പകുതി പിന്നെ കൊടുത്തു. അധികം താമസിയാതെ 3 പേരും ഗർഭം ധരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഈ സെഷൻ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.